ഹായ് മക്കളെ, വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ സെറ്റാക്കാം, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഭാഗം വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ യൂണിറ്റ് 1 ചാപ്റ്റർ 3. NN നസീർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലേ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന NN നസീറിൻ്റെ ഒരു ലേഖനം തന്നെയാണ് ഇത്. നമ്മുടെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ സാഹസിക വന സഞ്ചാരങ്ങളിലൂടെയും വന്യജീവി ഫോട്ടോഗ്രാഫിയിലൂടെയും ശ്രദ്ധേയനാണ് NN നസീർ. അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇദ്ദേഹം 1962 എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ചു. 1962 പള്ളിപ്പുറത്ത് ജനിച്ചു. പാഠസംഗ്രഹത്തിലേക്ക് വരാം. ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് നെഞ്ചോട് അണച്ചു പിടിക്കുന്നത് പോലെയാണ്. വേരുകൾ അറുത്ത് വെട്ടി വീഴ്ത്തപ്പെടുന്ന മരം വീഴുന്നതിന് തൊട്ടു മുമ്പ് ദയനീയമായി അവസാനമായി തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ ഒരു നോക്ക് കണ്ട് ആർത്തലച്ച് മണ്ണിലേക്ക് പതിക്കുന്നു. പാഠഭാഗം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നില്ല. പാഠസംഗ്രഹത്തിലേക്ക് വരാം. ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് നെഞ്ചോട് അണച്ചു പിടിക്കുന്നത് പോലെയാണ്. വേരുകൾ അറുത്ത് വെട്ടി വീഴ്ത്തപ്പെടുന്ന ഒരു മരം വീഴുന്നതിന് തൊട്ട് മുമ്പ് ദയനീയമായിട്ട് അവസാനമായി തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ ഒരു നോക്ക് കണ്ട് ആർത്തലച്ച് മണ്ണിലേക്ക് പതിക്കുന്നു. ഇങ്ങനെ വേരുകളെ പുതഞ്ഞ് കറുത്ത മണ്ണിന് മുകളിൽ പല അടരുകളായി മരിച്ച ഇലകൾ, ഇവയെല്ലാം തന്നെ മണ്ണിൽ അലിഞ്ഞ് വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. വയനാട്ടിലെ കുറുവാദ്വീപുകളിൽ മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകളെ കാണാം. പുഴയുടെ ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിച്ച് ദ്വീപുകളെ ബലപ്പെടുത്തുന്ന വേരുകൾ അല്ലേ. വയനാട്ടിലെ കുറുവാദ്വീപിനെ കുറിച്ചുള്ള പരാമർശമാണ് അടുത്ത പാരഗ്രാഫിൽ ആര് നടത്തുന്നത്? NN നസീർ നടത്തുന്നത്. വയനാട്ടിലെ കുറുവാദ്വീപുകളിൽ മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകളെ കാണാം. പുഴയുടെ ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിച്ച് ദ്വീപുകളെ ബലപ്പെടുത്തുന്ന വേരുകൾ. കാട് ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വൃക്ഷങ്ങൾക്ക് കൈമാറുന്നുണ്ടാകാം. വലിയ ചീനി വൃക്ഷങ്ങൾ കാണുമ്പോൾ ചെമ്പന്റെയും കുമാരന്റെയും കൂടെ തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നത് ഓർമ്മയിൽ ഉണരും. വേരുകൾക്കിടയിൽ കാട്ടുകൂവ ഇലകൾ വിരിച്ച് അവർ ഉറക്കറ തയ്യാറാക്കുമായിരുന്നു. ഷോളയാറിന്റെ ഇരുണ്ട കാട്ടിടങ്ങളിൽ മഹാവൃക്ഷങ്ങൾ അനവധിയുണ്ട്. അടുത്തത് ചെമ്പന്റെയും കുമാരന്റെയും കൂടെ ഷോളയാർ കാടുകളിൽ ചെലവഴിച്ച സമയത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മ വെക്കുന്നുണ്ട്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി അവിടെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ മിഴികൾ തുറന്നാൽ ഒരു വലിയ കുടക്കീഴിലാണെന്ന് മനസ്സിലാകും. ആ കിടപ്പിലാണ് വൃക്ഷത്തിന്റെ ഉയരം കണ്ണിൽ നിറയുന്നത്. ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. ഓർത്തു വെക്കുക, ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് നമ്മൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. എന്ത് ചെയ്യണം? താഴണം. അതായത് ഒരു വൃക്ഷം എത്രത്തോളം ഉയരത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ വളർച്ചയുടെ പിന്നിലും നമുക്കൊരു വേരുണ്ട് അല്ലേ. ഒരു വൃക്ഷം എത്രമാത്രം ഉയരത്തിൽ വളരുന്നുണ്ടോ അത്രമാത്രം ആഴത്തിൽ അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും ഉയർച്ചയുടെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനങ്ങളും പരിശ്രമങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകാം. അതൊന്നും ജീവിതത്തിൽ മറന്നു പോകരുത് എന്ന സൂചന എന്ത് ചെയ്യുക? ഓർമ്മയിൽ വെച്ചേക്കുക. ഭൂമിക്ക് വേരുകളിലൂടെയാകാം ആകാശം തൊടാനാകുന്നത്. അനേകം ജന്തുജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ലോകം ഈ വേരുകൾ തീർക്കുന്നുണ്ടാകാം. കാട്ടുവൃക്ഷ വേരുകളെ തഴുകി ഒഴുകുന്ന അരുവികളിൽ മുങ്ങി ഉയരുമ്പോൾ കാടിൻ്റെ മുഴുവൻ ഊർജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും പ്രവഹിക്കുന്ന അനുഭവം. ജീവനില്ലാത്ത മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് ഇവയൊക്കെ നിഷിദ്ധമാണ്, അന്യമാണ്. കാട്ടുവൃക്ഷ വേരുകളെ തഴുകി ഒഴുകുന്ന അരുവികളിൽ ഒന്ന് കുളിച്ച് നിവരുമ്പോൾ, കാട്ടിലൂടെ ഒഴുകി വരുന്ന അരുവികളിൽ കുളിക്കുന്ന സമയത്ത് കാടിൻ്റെ മുഴുവൻ ഊർജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും കടന്നു വന്ന ഒരു അനുഭവമാണ് തനിക്ക് ഉണ്ടായത് എന്ന് NN നസീർ ഓർമ്മിപ്പിക്കുന്നു.
എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് ഇതൊക്കെ എന്തായിരിക്കും, കിട്ടാക്കനിയാണെന്ന് പറയുന്നു. ഇനി പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചർ കണ്ണനൊപ്പമാണ് പാൽക്കാച്ചി മല കയറിയത്. അതൊരു നിത്യ ഹരിത വനമാണ്. ഇറക്കം പ്രയാസമേറിയതായിരുന്നു. വേരുകളിൽ നിരങ്ങിയും തൂങ്ങിയും 2 കൈകൾ തികയാതെയായിരുന്നു ആ ഇറക്കം. വേരുകളിലൂടെ ഒരു മടക്കം. വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധ മൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. അടുത്ത വേരുകളുടെ പ്രത്യേകത ഇതാണ്. വേരുകളിൽ എന്തുണ്ട്? ഔഷധ മൂല്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു മൂപ്പനായിരുന്നു മുതുക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. കാണിക്കാരൻ മൂപ്പന്റെ തൊട്ടു താഴെ ഉള്ള സ്ഥാനം വഹിക്കുന്ന ആളാണ് കാണിക്കാരൻ. വേരുകളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനുഷ്യൻ. എന്തിനും ഏതിനും ആ ആദിവാസിയുടെ കൈവശം വേരുകളെ ഉണ്ടായിരുന്നുള്ളൂ. മുതുവാന്മാർക്കിടയിൽ ആ ഔഷധ മഹിമ അരുണാചലത്തിന് മാത്രം സ്വന്തമായിരുന്നു. പാറയെ പിളർക്കാൻ തക്ക വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ മുൾക്കാടുകളിലുണ്ട്. ചിന്നാർക്കാടുകളും മുതുമലക്കാടുകളും ഔഷധ സസ്യങ്ങളേറെയുള്ള മുൾക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം. കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്കും വേരുകളുടെ മഹിമ തിരിച്ചറിയാം. ഒരു കാലത്ത് കേരളത്തിൽ ധാരാളം കാവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ബാക്കിയുള്ളത് വളരെ കുറച്ചു മാത്രമാണ്. നഗരമധ്യേ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു ഹരിത ഇടമാണ് പെരുമ്പാവൂരിലെ ഇരിങ്ങൽ കാവ്. കാവ് പ്രകൃതിയുടെ മറ്റൊരു വരദാനം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. പ്രകൃതിയെ അതിൻ്റെ തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് കാവ് സിസ്റ്റം. ഇന്ന് എറണാകുളത്ത് നോക്കിക്കഴിഞ്ഞാൽ പെരുമ്പാവൂരിലെ ഒരു ഇരിങ്ങൽ കാവ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അശ്രദ്ധമായും അലസമായും നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൻ്റെ ജൈവികതയെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്നു എന്നത് ഉൾക്കിടിലത്തോടെ കാണാനാവൂ. ഓക്കെ, പൊഴിഞ്ഞു വീഴുന്ന ഒരു ഇല പോലും തൻ്റെ അവസാന കണിക വരെ മണ്ണിന് സമർപ്പിച്ചാണ് മറയുന്നത്. ഭൂമിയെ ഭദ്രമായി കെട്ടിവെച്ചിരിക്കുന്ന വേരുകളാണ് നാം അറുത്തു മാറ്റുന്നത്. സ്വന്തം വേരുകൾ അറുത്ത് പൈതൃകവും സംസ്കാരവും നഷ്ടപ്പെടുത്തി എല്ലാം വെട്ടിപ്പിടിക്കാൻ കുതിച്ചു വായുന്ന മനുഷ്യന് വേരുകളുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെ? റോഡിൻ്റെ ഇരുവശവും ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ചൂടിന് ആശ്വാസം ലഭിക്കും. ജലശോഷണം ഇല്ലാതാക്കാനും കഴിയും. കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് ചെരിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചു കേരളം അവശേഷിക്കുന്ന പച്ചപ്പിന്റെ വേരുകളുടെ ബലത്തിലാണ് നിലനിൽക്കുന്നത്. സെറ്റാക്കി വെക്കുക. വേരുകൾ നഷ്ടപ്പെടുന്ന മണ്ണിന് തുടർച്ചയായ ഇടിച്ചിലുകളോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനേ കഴിയൂ. ഈ എന്താ പറയുക, പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊരു ഘടകം വേരുകളില്ലാത്തതാണെന്ന് സൂചിപ്പിക്കാം. ആഗോള താപനവും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ നമ്മുടെ യാത്ര വലിയ വിനാശത്തിലേക്കാണ് എന്ന തിരിച്ചറിവാണ് നൽകുന്നത്. വെട്ടി അകറ്റിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷമായി തന്നെ പുനർജന്മം വേണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് ലേഖനം അവസാനിപ്പിക്കുന്നു. ചോദ്യോത്തരം നോക്കുക. ഈ ഇലയടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. പ്രകൃതിയുടെ ചാക്രികതയെ കുറിക്കുന്ന ഈ അഭിപ്രായം മനുഷ്യ ജീവിതത്തിന്റെ സൂചകമായി മാറുന്നുണ്ടോ? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഈ ഇലയടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. പ്രകൃതിയുടെ ചാക്രികതയെ കുറിക്കുന്ന ഈ അഭിപ്രായം മനുഷ്യ ജീവിതത്തിന്റെ സൂചകമായി മാറുന്നുണ്ടോ? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഉത്തരം നോക്കുക. ഇലകളായി നമ്മൾ പുനർജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം എന്ന് അയ്യപ്പൻ സ്വപ്നം കാണുന്നുണ്ട്. ഇലയടരുകൾ മണ്ണിൽ ലയിച്ച് പുനർജനിക്കുന്നതായി നസീർ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരിൽ സൂചിപ്പിക്കുന്നു. ഇലകളെല്ലാം മണ്ണിൽ വീണ് മണ്ണിൽ ലയിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു, വേരുകളിലൂടെ ചെന്ന് പുനർജനിക്കുന്നു എന്നാണ് ഇവിടെ അഭിപ്രായപ്പെടുന്നത്. പ്രകൃതി നമുക്ക് തരുന്നത് വലിയ ജീവിത പാഠങ്ങളാണ്. അവ ഉൾക്കൊണ്ട് പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ധന്യമാകുന്നത്. ആത്മീയമായ സാക്ഷാത്കാരത്തിൻ്റെ തലം കൂടി ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു. ഇലയടരുകളിലെ ജീവന്റെ അവസാന കണിക വരെ മറ്റൊരു ജീവന് സമർപ്പിച്ചാണ് അവ മണ്ണിലേക്ക് വിലയം പ്രാപിക്കുന്നത്. മണ്ണും മനുഷ്യനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് ബൈബിൾ വാക്യം സ്മരണീയം. മണ്ണ് എല്ലാ ജീവന്റെയും അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു.
ഇലകൾ മണ്ണിൻ്റെ മാറിൽ അലിഞ്ഞ് അതിൻ്റെ ജൈവികത എന്ത് ചെയ്യുന്നു? മണ്ണിന് ജീവൻ കൊടുക്കുന്നു. ആര്? ഇലകൾ. മരവും മണ്ണും ഇലകളും പ്രകൃതിയിലെ മുറിയാത്ത പാരസ്പര്യത്തിൻ്റെ നൈരന്തര്യത്തിൻ്റെ പുതിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നു. സെറ്റ്. ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. കാട് നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ്? ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. കാട് നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ്? ആകാശത്തെ തൊടാൻ തുനിയുന്ന വൃക്ഷത്തിൻ്റെ കരങ്ങൾ മാത്രമേ നാം കാണുന്നുള്ളൂ. അതിനടിസ്ഥാനമായ ബലിഷ്ഠമായ വേരുകളെ നാം കാണുന്നതേയില്ല. മനുഷ്യന് ഭൂമി കയ്യെത്തും ദൂരത്തും ആകാശം അകലത്തുമാണ്. അവൻ്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെ ലോകമാണത്. ഏത്? ആകാശം. ആകാശം തൊടാൻ വൃക്ഷശിഖരങ്ങൾക്ക് കഴിയുന്നു. വേരുകളുടെ ഉറപ്പാണ് മരത്തെ വാനത്തോളം എത്തിക്കുന്നത്. നല്ല ഉറപ്പുള്ള വേരാണെങ്കിൽ മാത്രമേ വൃക്ഷം ഏറ്റവും ഉയരത്തിൽ വളരുകയുള്ളൂ. ആകാശം തൊടുന്ന ചില്ലകൾ കാണുന്ന നാം ആ ചില്ലകൾ അങ്ങനെ നിലനിർത്തുന്ന വേരുകളെ പലപ്പോഴും കാണുന്നില്ല. മണ്ണിൻ്റെ ആഴങ്ങളിൽ ഊർന്നിറങ്ങി വൃക്ഷങ്ങളുടെ നിലനിൽപ്പിന് ഉറപ്പ് നൽകുന്ന വേരുകളെയും അറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മരങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. അവനവൻ്റെ നമ്മുടെ വേരുകളെ പലപ്പോഴും മറക്കുന്ന മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ യാതൊരു മടിയുമില്ലാതായിരിക്കുന്നു. താൻ മാത്രമല്ല, എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന തിരിച്ചറിവിലാണ് പരിസ്ഥിതിയുടെ സന്തുലനം. വേരുകളെപ്പോലെ ആർദ്രതയുടെയും അലിവിൻ്റെയും ആഴങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയും. കാട് തരുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. വേരറുക്കുന്നവർ നാശത്തിൻ്റെ പാത ഒരുക്കുന്നവരായി മാറുന്നു. സെറ്റ്. നോക്കുക, വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ്റെ പ്രകൃതിബോധത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയായി മാറുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, നമുക്കത് വേണ്ട. മരങ്ങൾക്കും വേരുകൾക്കും മനുഷ്യഭാവം കൽപ്പിക്കുന്ന സന്ദർഭങ്ങൾ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൽ കണ്ടെത്തി വിശദീകരിക്കുക. മരങ്ങൾക്കും വേരുകൾക്കും മനുഷ്യഭാവം കൽപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഈ പാഠഭാഗത്ത് എവിടേക്കാണുള്ളത്? വന്യജീവി ഫോട്ടോഗ്രാഫറായ NA നസീറിൻ്റെ കാടകങ്ങളിലൂടെയുള്ള യാത്രാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരിലൂടെ ആവിഷ്കരിക്കുന്നത്. വർഷങ്ങളോളം നടത്തിയ യാത്രകളിൽ കാടിൻ്റെ സ്പന്ദനമറിഞ്ഞ നസീറിന് കാട്ടിലെ മരങ്ങളും ചെടികളും പുൽനാമ്പുകളും സചേതനമാണ്. മാനുഷികമായ വികാരങ്ങൾ അവയിൽ ലേഖകൻ കാണുന്നുണ്ട്. വേരറുത്തു മാറ്റി ഭൂമിയുടെ മാറിടത്തിൽ നിന്ന് അടർത്തി മാറ്റുമ്പോഴും വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള വൃക്ഷത്തിൻ്റെ ദയനീയമായ ഭാവം വേദനിപ്പിക്കുന്നതാണ്. എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ വീഴുന്നത് പോലെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സങ്കല്പിക്കുന്നുണ്ട്. തന്നോടൊപ്പം വളർന്ന കൂട്ടുകാരെയെല്ലാം അവസാനമായി കണ്ട് ആർത്തലച്ച് വീഴുന്ന മരത്തിൽ മരണം പിടികൂടുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കുക, വേരുകൾ പ്രണയിക്കുന്ന പാറകൾ നസീറിൻ്റെ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നു. തീവ്രമായ പ്രണയത്താൽ വല്ലാതെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന വേരുകൾ മറ്റൊന്നിനും വിട്ടുകൊടുക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ വേരുകളുടെ പ്രണയമാണ് മണ്ണിനെയും പാറകളെയും സംരക്ഷിക്കുന്നത് എന്ന സങ്കല്പം വളരെ മനോഹരമാണ്. പുനർജന്മം എന്ന ദർശനവും മാനുഷികമാണ്. കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ വേരുകളിലൂടെ പുനർജനിക്കുന്നു എന്ന് പറയുന്നതിലെ ഔചിത്യം നോക്കുക. മണ്ണിനു മുകളിൽ പഴകിയ ഇലകളുടെയും പൊടിഞ്ഞ ഇലകളുടെയും അടുക്ക്, വീണ്ടും മുകളിൽ പൊടിഞ്ഞു ദ്രവിക്കുന്നവ, ഏറ്റവും മുകളിൽ പൊഴിഞ്ഞു വീഴുന്നവ, വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളിലുള്ള ഇലകൾ അവസാന കണിക വരെ മറ്റൊരു ജീവനായി മാറ്റിവെക്കുന്നു. മരണത്തെ അതിജീവിക്കുന്ന ജീവിതചക്രം ഇലകളിലൂടെ വ്യക്തമാകുന്നു. പൗരാണികമായ ആ സങ്കല്പം ഇലകളിൽ ആരോപിക്കുന്നതിലൂടെ നസീറിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാട് വ്യക്തമാകുന്നു. ഒരു കാവ്യം പോലെ മനോഹരമാകുന്നു ഈ ലേഖനം. സെറ്റാണല്ലോ? ഇനി മറക്കൂലല്ലോ. ഓക്കെ, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ എന്ത് ചെയ്യണം? ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.